ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കെ സച്ചിദാനന്ദൻ എഴുതിയ സ്റ്റേമർ എന്ന കവിതയെക്കുറിച്ച് നോക്കാം. ആദ്യം കെ സച്ചിദാനന്ദനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്ന ഒരു ഇന്ത്യൻ പോയിറ്റാണ്. മലയാളത്തിലെ ആധുനിക കവിതകളുടെ മുൻഗാമി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം ഒരു ക്രിറ്റിക്കാണ്, കോളംനിസ്റ്റാണ്, ട്രാൻസ്ലേറ്ററാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ ഫോർമർ സെക്രട്ടറി കൂടിയായിരുന്നു. മതേതരത്വ ജനാധിപത്യ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ ഫ്രീ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെ പോരാടി. സമകാലിക ഭാരതീയ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സും ആർട്ടിക്കിൾസും വായനക്കാരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നവയാണ്. 2011 നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചറിൻ്റെ നാമനിർദ്ദേശിക പട്ടികയിൽ അദ്ദേഹം ഇടം നേടി. ഇനി കവിതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ സ്റ്റേമർ എന്ന ഒരു കവിത അദ്ദേഹത്തിൻ്റെ സോ മെനി ബേർത്ത്സ് എന്ന കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിലെ പ്രധാനപ്പെട്ട തീം സ്റ്റേമറാണ്. വിക്ക് എന്ന അസുഖത്തെക്കുറിച്ചും അത് കാരണം ആൾക്കാർക്കുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചുമാണ് ഈ കവിതയിൽ ചർച്ച ചെയ്യുന്നത്. പിന്നെ ദ ആംബിഗ്വിറ്റി ഓഫ് ലാംഗ്വേജ്, സബ്ജക്റ്റിവിറ്റി ഓഫ് മീനിങ്, ദ നേച്ചർ ഓഫ് പോയിട്രി, ലാംഗ്വേജ് ആസ് എ ഫോഴ്സ് ഫോർ ഗുഡ് ആൻഡ് ഇവിൽ, ദ ഹ്യൂമൻ കണ്ടീഷൻ എന്നിവയൊക്കെ തീംസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു കവിത വിക്ക് എന്ന തലക്കെട്ടോടുകൂടി ആദ്യം മലയാളത്തിലാണ് എഴുതിയത്. പിന്നീട് കവി തന്നെ സ്വയം ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്യുകയായിരുന്നു. ഈ പോയം സ്റ്റേമറിങ് അഥവാ വിക്ക് എന്ന അസുഖത്തെ പ്രശംസിക്കുന്നു. നമ്മുടെ ലോകത്തിനും മനുഷ്യ ചരിത്രത്തിനും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം അവബോധം നൽകുന്നു. ഈ ഒരു കവിത ഫ്രീ വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. അടുത്ത് ഇതിൻ്റെ ആ ഒരു മലയാളം വേർഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം, എന്നിട്ട് അതിൻ്റെ ലൈൻ ബൈ ലൈൻ അനലൈസിസ് നോക്കാം. എ സ്റ്റേമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. അപ്പം വിക്ക് എന്ന് പറയുന്നത് ഒരു ശാരീരിക വൈകല്യമല്ല, അതൊരു ഭാഷാ രീതിയാണ്. ഇത് ഒരു ഫിസിക്കൽ ലിമിറ്റേഷൻ അല്ല, അത് ലാംഗ്വേജിൻ്റെ സ്മൂത്ത് ഫ്ലോയിലുണ്ടാവുന്ന ഒരു ഡിസ്റപ്ഷനാണ് വിക്ക്. A stammer is the silence that falls between the word and its meaning, just as lameness is the silence that falls between the word and the deed. അപ്പോൾ വിക്ക് എന്ന് പറയുന്നത് വാക്കിനും അതിൻ്റെ അർത്ഥത്തിനും ഇടയിൽ വീഴുന്ന ഒരു നിശബ്ദതയാണ്, ഒരു സൈലൻസ് ആണ്. ലെയിംനെസ്, മുടന്ത്, അത് വാക്കിനും പ്രവൃത്തിക്കും ഇടയിലുള്ള ഒരു സൈലൻസ് ആണ്. അതുപോലെയാണ് സ്റ്റേമർ. അതായത് വിക്കുള്ള ഒരു വ്യക്തി അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതുപോലെ പറയാൻ പറ്റത്തില്ല. വിക്കി അവസാനം പറഞ്ഞു വരുന്നത് മറ്റെന്തെങ്കിലും ആയിപ്പോവും. അതുപോലെയാണ് മുടന്തുള്ളൊരു വ്യക്തിയും. അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയില്ല, തൻ്റെ ആ ഒരു ശാരീരിക വൈകല്യം കാരണം. ഡിഡ് ദ സ്റ്റേമർ പ്രിസീഡ് ലാംഗ്വേജ് ഓർ സക്സീഡ് ഇറ്റ്? ഭാഷയ്ക്ക് മുമ്പേ, ഭാഷ ഉണ്ടാവുന്നതിന് മുമ്പേ വിക്കുണ്ടായോ, അല്ലെങ്കിൽ ഭാഷ ഉണ്ടായതിന് ശേഷമാണോ വിക്കുണ്ടായത്? ഈസ് ഇറ്റ് ഒൺലി എ ഡയലക്റ്റ് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്? വിക്ക് എന്ന് പറയുന്നത് ഒരു പ്രാദേശിക ഭാഷ വകഭേദമാണോ, അതോ അതൊരു ഭാഷ തന്നെയാണോ? ദിസ് ക്വസ്റ്റ്യൻസ് മേക്ക് ലിംഗ്വിസ്റ്റ് സ്റ്റേമർ. ഈ ചോദ്യത്തിന് മുന്നിൽ ഭാഷാ പണ്ഡിതന്മാർ വിക്കുന്നു. ഈച്ച് ടൈം വി സ്റ്റേമർ വി ആർ ഓഫറിങ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്. നമ്മൾ ഓരോ തവണ വിൽക്കുമ്പോഴും നമ്മൾ അർത്ഥത്തിൻ്റെ ദേവതയ്ക്ക് ഒരു ബലി നൽകുകയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ലാംഗ്വേജിൻ്റെ ആ ഒരു മൾട്ടിപ്ലിസിറ്റി ഓഫ് മീനിങ് ആണ്. അതായത് ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളും കാണാം. അതുപോലെ തന്നെ ഒരു കാര്യത്തിന് പല ഭാഷയിലും പല വാക്കുകളും കാണാം. ആ ഒരു മൾട്ടിപ്ലിസിറ്റി ഓഫ് മീനിങ് ആണ്. പിന്നെ വിക്കുള്ളൊരു വ്യക്തിക്ക് അയാൾ ഉദ്ദേശിക്കുന്ന കാര്യം അതുപോലെ പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അയാൾ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഈ വിക്കുള്ള വ്യക്തി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വിക്കുള്ള വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യം ഒന്നായിരിക്കും, കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കും. അവിടെ ഒരു മൾട്ടിപ്ലിസിറ്റി ഓഫ് മീനിങ് ഉണ്ടാവുന്നു. വെൻ എ ഓൾ പീപ്പിൾ സ്റ്റാമർ ബിക്കംസ് ദെയർ മദർ ടങ് ആസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ. അപ്പോൾ
ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ച് വിക്ക് വരികയാണെങ്കിൽ ഈ ഒരു വിക്ക് അവരുടെ ഒരു മാതൃഭാഷയായി മാറുന്നു. നമുക്കിപ്പോൾ നമ്മുടെ മാതൃഭാഷ എങ്ങനെയാണ് അതുപോലെ ഈ വിക്കി പറയുന്നത് ഒരു മാതൃഭാഷയായി മാറും. ഗോഡ് ടു മസ്റ്റ് ഹാവ് സ്റ്റാമർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. അപ്പം ദൈവവും വിക്കിയിട്ടുണ്ടാകാം എപ്പോഴാണോ മനുഷ്യനെ ഉണ്ടാക്കിയത്. ദാറ്റ് ഈസ് വൈ ആൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെൻറ്റ് മീനിങ്സ്. അതുകൊണ്ടാണ് മനുഷ്യരുടെ എല്ലാ വാക്കിനും പല പല അർത്ഥങ്ങളുണ്ടായത്. ദാറ്റ് ഈസ് വൈ എവറിത്തിങ് ഹി അട്ടേഴ്സ് ഫ്രം ഹിസ് പ്രേയേഴ്സ് ടു ഹിസ് കമൻറ്റ്സ് സ്റ്റാമേഴ്സ് ലൈക്ക് പോയിട്രി. അതുകൊണ്ടാണ് ഒരു വ്യക്തി വിൽക്കുമ്പോൾ അയാളുടെ പ്രാർത്ഥന തൊട്ട് കൽപ്പനകൾ വരെ ഒരു കവിത പോലെ വിൽക്കുന്നത്. ഇവിടെ വിക്കുള്ളൊരു വ്യക്തി പ്രാർത്ഥിച്ചാലും അയാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാലും അതുപോലെ തന്നെ ആജ്ഞാപിച്ചാലും വിക്കിയെ വായിൽ നിന്ന് ആ ഒരു വാക്കുകൾ വരത്തുള്ളൂ. അയാൾക്ക് പ്രോപ്പറായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലാംഗ്വേജിലൊരു ഡിസ്റപ്ഷൻ ഉണ്ടാവുന്നു. അത് ഒരു കവിത പോലെയാണ്. അതായത് കവിത നമ്മൾ അതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ആസ്വാദനം കൂട്ടുന്നതിന് വേണ്ടി റൈംസും മീറ്റേഴ്സൊക്കെ കൊടുത്ത് സ്റ്റാൻസാസായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് നിർത്തിയാണ് വായിക്കാറുള്ളത്. അതുപോലെയാണ് വിക്കുള്ളൊരു വ്യക്തി സംസാരിക്കുന്നത്. അയാൾ സംസാരിക്കുന്നത് കവിത പോലെ മനോഹരമാണെന്നാണ് ഇവിടെ സച്ചിദാനന്ദൻ പറയുന്നത്. അല്ലാതെ അതൊരു ശാരീരിക വൈകല്യമല്ല, ലാംഗ്വേജിൻ്റെ ആ ഒരു സ്മൂത്ത് ഫ്ലോയിലുള്ള ഒരു തടസ്സം മാത്രമാണ് എന്ന് കവി പറയുന്നു. കവിത മനസ്സിലായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.